ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് ലേറ്റ് നൈറ്റ്, ഇപ്പോൾ എത്ര മണിയായെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ പാതിരാത്രി 1:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഈ 1:30 മണി സമയത്ത് ഞാൻ എന്തിനാണ് വ്ളോഗ് എടുക്കുന്നതെന്നറിയോ? ഒരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ വ്ളോഗ് എടുക്കുന്നത്. ഇപ്പോൾ ഒരു സ്പെഷ്യൽ സാധനം കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഹെസ ബേബി ഇവിടെ നിൽക്കുന്നുണ്ട്. ഹെസലിൻ ഹായ് പറഞ്ഞേ. അപ്പോൾ ഹെസ ബേബി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുകയാണ് കേട്ടോ. എനിക്കൊരു സ്പെഷ്യൽ സാധനം കഴിക്കാൻ പോവാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് അതിനെ ആ ഒരു വെട്ടിക്കൂട്ടിയ പരുവത്തിൽ ഫുഡ് ഐറ്റമായിട്ട് അതിനെ കാണാൻ പോകുന്നത്. അല്ലാണ്ട് ഈ ജീവിനെ എന്താ പറയുക, ഡെസേർട്ട് ഏരിയയിലൊക്കെ ഞാൻ ഭയങ്കര വലുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതെങ്ങനെയാണ് ഇക്ക് കഴിക്കാമെന്ന് എനിക്കറിയില്ല. എന്താണ് സാധനം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ആദ്യം ഐറ്റം വരട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ് സാധനമെന്ന്. അപ്പം UAE തമിഴ്നാട്ടുകാരുടെ ഇടയിൽ, തമിഴ് ആൾക്കാരുടെ ഇടയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ജബ്ബാർ റെസ്റ്റോറൻറ്റ്. ജബ്ബാർ ഭായ് ബിരിയാണി ആണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം. പക്ഷെ ഇതൊന്നും അല്ല കേട്ടോ ഇക്ക് കഴിക്കുന്ന ചിക്കൻ ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമല്ല. ഒരു 1.5 വെറൈറ്റി ഐറ്റമാണ്. ഞാൻ എന്നിട്ട് ഇക്കുനെ കുറേ പിന്തിരിപ്പിക്കാൻ നോക്കിട്ടോ, കാരണം എനിക്ക് ഈ സാധനം പേടിയാണ്. ഇതെങ്ങനെ കഴിക്കുമോ എന്തോ. ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ആ ഐറ്റം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം നിങ്ങളിതിനു മുന്നേ കഴിച്ചിട്ടുണ്ടോ എന്ന് എന്തായാലും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ സാധനം കഴിക്കാൻ പേടിയുണ്ടോയെന്നും നിങ്ങൾ പറയാൻ വേണ്ടി മറക്കരുത് കേട്ടോ. ഇതാണ് ആ കഴിക്കാൻ. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്ന ആൾ ഇവിടെ ഉണ്ട്, അതിൻ്റെ ടെസ്റ്റർ ഇവിടെ ഉണ്ട്. അപ്പോൾ കുഞ്ഞു ആയിരിക്കുമ്പോൾ തന്നെ അവളെ എല്ലാം ഞാൻ കഴിച്ച് പഠിപ്പിക്കും എന്നുള്ള സെറ്റപ്പിൽ ഇപ്പോൾ അവളെയും പിടിച്ച് അടുത്തിരുത്തിയിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഹെസ ബേബിക്ക് കൊടുക്കാൻ പ്ലാനുണ്ടോ? ഈ മ്യൂസിക് ഒന്ന് ഓഫ് ചെയ്യാൻ പറയണേ, നമുക്ക് കോപ്പി റൈറ്റ് കിട്ടിയാലോ. അപ്പോൾ ഹെസ ബേബിക്ക് ഇപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടോ ഈ ഒരു ഐറ്റം? ഹെസ ബേബിക്ക് എന്തായാലും കൊടുക്കണം, അവളും അറിയട്ടെ. എല്ലാം കൊടുത്ത് പഠിപ്പിക്കുക എന്നുള്ള സെറ്റപ്പിലാണ്. ഓക്കെ, തിന്നാം. എന്താ സാധനം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഫുഡ് കഴിക്കാം നമുക്ക്. റെഡി റെഡി. ഹൈഫൈ ഹൈഫൈ കൊടുത്തപ്പോൾ ഹൈഫൈ ഓള് തരും. ഹൈഫൈ പപ്പക്ക് ഇവിടെയാണ് ഹൈഫൈ വേണ്ടത്. ഹൈഫൈ ഓ നമുക്ക് അവ കൊടുക്കാൻ നമുക്ക് അവ കൊടുത്ത പപ്പ അവ തരാം. ഓ അവത്ത ഞാൻ അമ്മ കൊടുക്കാം. ഇവിടെ തന്നോ അവത്ത കുഞ്ഞിത് കഴിക്കാൻ പേടിയുണ്ടോ? വീഡിയോ എടുക്കുക, നല്ല വീഡിയോ കഴിക്കാൻ പേടിയുണ്ടോ? എന്താച്ചോ ഇത് കഴിക്കാൻ പേടിയുണ്ടോ? എന്തിനു പേടിക്കണം? പേടിയില്ല. കഴിക്കാൻ പേടിയുണ്ടോ? പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് നല്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഡിഷാണ്. ഫസ്റ്റ് ടൈം അല്ല, കുറേ മുന്നേ കഴിച്ചതാണ്. കഴിച്ചിട്ടുണ്ടല്ലേ? ചെറുപ്പത്തില് എൻ്റെ ഉപ്പാക്കൊക്കെ ഇഷ്ടമാണ്, ഉപ്പൊക്കെ കഴിക്കാറുണ്ടായിരുന്നു. എത്ര വയസ്സിലെ? എത്ര ക്ലാസ്സിൽ പഠിക്കുമ്പോ? മേ ബി 8th 9th. അപ്പൊ ഒരു 2009 ആയിരിക്കും കഴിച്ചിട്ടുണ്ടോ? ചോറാണോ? 9ാം ക്ലാസ്സിലായിരുന്നെങ്കിൽ 2009 ആയിരിക്കും കഴിച്ചിട്ടുണ്ടാവും അല്ലേ? ബൈ ദ ബൈ, എൻ്റെ ഇക്കുൻ്റെ പ്രായം നിങ്ങൾ എല്ലാവരും ഇപ്പൊ തന്നെ ഗസ് ചെയ്തിട്ടുണ്ടാവും. 9ാം ക്ലാസ്സിൽ 2009 പറഞ്ഞപ്പോ തന്നെ. ഇന്ന് ഹെസ ബേബിയുടെ ബോട്ടിൽ ഞങ്ങൾ എടുത്തില്ല, പെട്ടെന്ന് പോയി പെട്ടെന്ന് വരാനാണ് വന്നത്. ഈ
പറഞ്ഞ ഐറ്റം അതിനകത്ത് കാണുന്നില്ലല്ലോ. ചൂട് നോളെ വിചാരം ബീഫാണോ ചിക്കനാണോ എന്നുള്ള സെറ്റപ്പിൽ ഒളിരിക്കണം. ഇപ്പോൾ ആദ്യം കഴിച്ചു നോക്ക്. എരിവാണെങ്കിൽ മണമൊക്കെ കറക്റ്റ് ബീഫിൻ്റെ മണം പോലെ ഉണ്ട്. കാണാനും ബീഫ് പോലെ ഉണ്ടല്ലേ. ഇത് ആക്ച്വലി എന്താ ഐറ്റം എന്നിട്ട് ആർക്കെങ്കിലും അറിയോ? കമന്റ് ചെയ്യണേ. കറക്റ്റ് കമന്റ് ചെയ്യുന്ന ഒരാൾക്ക് ഗിവ് കൊടുത്താലോ? ഇരുപതല്ലേ? അതാണ് തമിഴ്നാട്ടുകാരുടെ ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി ആണത്. നല്ല സ്പൈസി ആയിരിക്കും. കഴിച്ചു നോക്ക് സ്പൈസി ഉണ്ടാകുന്നു തൈരിട്ടിട്ട്. എരി ഉണ്ടാവും. കളിക്കാനാണേ. ഹാർഡ് ഇതാട്ടോ മീറ്റാണ്. ചൂടുണ്ട്. How is it? കൊള്ളാം. മട്ടൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. മട്ടൻ്റെ ടേസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഐറ്റം മട്ടൻ ഒന്ന് പറ്റിച്ചാവോ? ഇതെന്താന്നറിയോ? ആക്ച്വലി ഇത് ഒട്ടകമാണ്. എന്താണ്? ഒട്ടകം. സോ ഇറ്റ്സ് camel ബിരിയാണി ഗൈസ്. ഓ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബിരിയാണി കഴിച്ചിറങ്ങിയിട്ടുണ്ട്. ഹെസ ബേബിയുടെ ഒരു മെയിൻ സാധനം വരാണ്ടല്ലോ. ഞാൻ എപ്പോൾ അവളെ പേര് വിളിക്കുമ്പോഴും അവൾ കാണിക്കുന്ന ആ സാധനം നമുക്കൊന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അവൾ ഇത്തവണയും കാണിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഹെസലിൻ, HEZLIN, ഹെസലിൻ. പതിപോലെ വന്നിട്ടുണ്ട്. ആ സാധനം കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. നമുക്കിനി അത് ക്യാമൽ ബിരിയാണി കഴിച്ച ആളിനോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു. ഇക്കുനെ കൂടെ കാണിക്കാനാണോ പറയുന്നത് കേട്ടോ. അച്ചു ഇക്കുനെ കാണിക്കുന്ന അമ്മ കാണിക്കാം. നമുക്ക് ക്യാമൽ ബിരിയാണി കഴിച്ച ആളിനോട് ചോദിക്കാം ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ഒരു നോർമൽ ബിരിയാണി എനിക്ക് ആക്ച്വലി മട്ടൻ പോലെയാണ് ഫീൽ ചെയ്തത്. മട്ടൻ ബിരിയാണി പോലെ പ്രത്യേകിച്ച് ഒരു ക്യാമലിന്റെ ടേസ്റ്റ് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും ക്യാമൽ ബിരിയാണി ഓക്കെ ആയിരുന്നു. പിന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രം ബട്ട് കുറച്ച് സ്പൈസി ആയിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് തമിഴ് ആൾക്കാരുടെ ബിരിയാണി ഒക്കെ ഇങ്ങനെ തന്നെയല്ലേ, സ്പൈസി ആയിരിക്കും. അപ്പോ ബാക്കി നമുക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇക്കോനോട് ചോദിക്കാം. എന്താ വെച്ചാല് ഹെസ ബേബി ക്യാമറക്ക് വേണ്ടി പിടിവലി കൂട്ടുന്നുണ്ട് ഗൈസ് ഇവിടെ. എന്തിനാന്ന് എനിക്കറിയത്തില്ല. അവളെ സംബന്ധിച്ച് ഞാനും ഹെസ ബേബി ഇങ്ങനെ നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണെന്നാണ് അവളെ വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഇക്കോ അച്ചു എന്നൊക്കെ വിളിച്ചത്. അവളിപ്പോൾ പപ്പ മമ്മ എന്ന് വിളിക്കുന്നതിനേക്കാളും കൂടുതൽ ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ വിളിക്കുന്നത്. എന്താണാവോ അവളുടെ ഉദ്ദേശം. ഇനി ഞങ്ങൾ പരസ്പരം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പപ്പ മമ്മ എന്ന് വിളിക്കേണ്ട അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് ബ്ലോഗ്.